എല്ലാവർക്കും നമസ്കാരം. 2024 ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന +2 തുല്യതാ ഹിസ്റ്ററി പരീക്ഷയിലെ ഒരു ഷുവർ എസ്സേ ക്വസ്റ്റ്യനുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. +2 തുല്യതാ ഹിസ്റ്ററി പരീക്ഷയിലെ ഷുവർ എസ്സേ ക്വസ്റ്റ്യനാണ്. ചോദ്യം എങ്ങനെയാണ്: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധി വഹിച്ച പങ്ക് വിശകലനം ചെയ്യുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധി വഹിച്ച പങ്ക് വിശകലനം ചെയ്യുക. അതിൻ്റെ 3 മേഖലയും കൊടുത്തിട്ടുണ്ട്: ചമ്പാരൻ സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം എന്നിങ്ങനെ 4 സമരം ഉൾപ്പെടെ എഴുതിയിട്ടാണ് ഇത് എസ്സേ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു മെയിൻ ക്വസ്റ്റ്യൻ എന്ന എസ്സേ ക്വസ്റ്റ്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധി വഹിച്ച പങ്ക് വിശകലനം ചെയ്യുക എന്നുള്ളതാണ് എസ്സേ ക്വസ്റ്റ്യന്. അതിൻ്റെ സബ് പോയിൻറ്റ്സ് ആണ് ഈ 4 പോയിൻറ്റ്സ്: ചമ്പാരൻ സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, എസ്സേ ക്വസ്റ്റ്യനാണ്. ആദ്യത്തെ നോക്കാം. എന്താണ് ചമ്പാരൻ സമരം? ചമ്പാരൻ സമരം ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ് ചമ്പാരൻ സമരം. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരമായിരുന്നു ചമ്പാരൻ സമരം. ഇതിൻ്റെ വർഷം 1917 1917 1917 1917 ആണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917 1917 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. വർഷം വേറെ ചോദ്യത്തിൽ ടൈം ലൈൻ എഴുതാനൊക്കെ വർഷം ചോദിക്കാറുണ്ട്. അതിലൊക്കെ ഈ ചമ്പാരൻ സമരത്തിൻ്റെ വർഷം വരാറുണ്ട്. 1917 ആണ് 1917. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ചമ്പാരൻ സമരം എന്നുള്ളതാണ്. ചമ്പാരൻ സത്യാഗ്രഹം ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ചമ്പാരനിലെ നീലം കർഷകരെ യൂറോപ്യൻ തോട്ടോടമകൾ ചൂഷണം ചെയ്യുന്നതിനെതിരെയായിരുന്നു ഈ ചമ്പാരൻ സമരം. ചമ്പാരനിലെ നീലം കർഷകരെ യൂറോപ്യൻ തോട്ടോടമകൾ ചൂഷണം ചെയ്യുന്നതിനെതിരെയായിരുന്നു ഈ ചമ്പാരൻ സമരം. ഗാന്ധിജി ചമ്പാരനിൽ എത്തുകയും അവിടെ കർഷകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെൻറ് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്തുകയും ചെയ്തു. ഇതാണ് എന്ത്? ചമ്പാരൻ സമരം. ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ പറയാം. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ചമ്പാരനിലെ നീലം കർഷകരെ, നീലം ഒരു തോട്ടവിളയാണ് നീലം. ആ നീലം എന്നുള്ള ആ കായ അത് കൃഷി ചെയ്യുന്ന കർഷകരാണ്. അതാണ് നീലം കർഷകർ ഉദ്ദേശിക്കുന്നത്. ചമ്പാരനിലെ നീലം കർഷകരെ യൂറോപ്യൻ തോട്ട ഉടമകൾ ചൂഷണം എതിരെ നടന്ന സമരമാണ് ചമ്പാരൻ സമരം. ചമ്പാരനിലെ നീലം കർഷകരെ യൂറോപ്യൻ തോട്ട ഉടമകൾ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന സമരമാണ് ചമ്പാരൻ സമരം. ഗാന്ധിജി ചമ്പാരനിലെത്തുകയും കർഷകരുടെ പ്രശ്നങ്ങൾ വിശദമായി പഠിച്ച് ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കുകയും തുടർന്ന് കർഷകരുടെ ഭൂരിഭാഗ പ്രശ്നങ്ങളും പരിഹരിക്കുകയും ചെയ്തു. ഗാന്ധിജി ചമ്പാരനിലെത്തുകയും കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുക്കുകയും തുടർന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ അവസാനിക്കുകയും ചെയ്തു. ഇതാണ് ചമ്പാരൻ സത്യാഗ്രഹം. അടുത്ത് നമ്മൾ പോകുന്ന രണ്ടാമത്തെ ഇതിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം. അടുത്തത് നിസ്സഹകരണ പ്രസ്ഥാനം. അതിൻ്റെ വർഷം 1920 1920 നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വർഷം. 1920 നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വർഷം. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം ആ പേരിൽ തന്നെ ഉണ്ട്. നിസ്സഹകരണം, സഹകരിക്കാതിരിക്കുക. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ നയങ്ങളോടും സഹകരിക്കാതിരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാന്ധിജി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ എല്ലാ നയങ്ങളോടും സഹകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാന്ധിജി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇതിൻ്റെ ലക്ഷ്യം പറഞ്ഞു എന്താണ്? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ
എല്ലാ നയങ്ങളോടും എന്ത് ചെയ്യുക, സഹകരിക്കാതിരിക്കുക. ബ്രിട്ടീഷ് ഗവൺമെൻറ് എല്ലാ നയങ്ങളോടും സഹകരിക്കാതിരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാന്ധിജി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. അതിൻ്റെ വർഷം ഇമ്പോർട്ടൻ്റ് 1920. അപ്പോൾ നമ്മൾ പിന്നെ ഇത് ഓർമ്മയിൽ നിൽക്കുക, ആ പേരിലുണ്ട് എന്താണ്, നിസ്സഹകരണം, സഹകരിക്കാതിരിക്കുക. ആരോട്? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ നയങ്ങളോടും എന്ത് ചെയ്യുക, നിസ്സഹകരണ മനോഭാവം പുലർത്തുക. അതായത് സഹകരിക്കാതിരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാന്ധിജി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. അതിന് ലക്ഷ്യങ്ങളുണ്ട്. എന്താണ്? ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക തുടങ്ങിയതാണ് എന്ത്, ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക. പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക. പഞ്ചാബിൽ വെച്ചാണ് ഈ ജാലിയൻവാലാ ബാഗ് നടന്നതും ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടതൊക്കെ എവിടെയായിരുന്നു? പഞ്ചാബിലാണ്. അപ്പോൾ അതാണ് പഞ്ചാബ് പ്രശ്നം. ഈ പഞ്ചാബ് പ്രശ്നത്തിന് എന്ത് കാണുക? പരിഹാരം കാണുക. പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക, ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക. പിന്നെ ഇതുണ്ട്, അന്നത്തെ രണ്ട് പ്രസ്ഥാനത്തിൻ്റെ പേരുണ്ട്, സ്വരാജ് പ്രസ്ഥാനം, സ്വദേശി പ്രസ്ഥാനം. അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുക. സ്വരാജ്, സ്വദേശി പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക, ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക എന്നീ ലക്ഷ്യത്തോടു കൂടി ഗാന്ധിജി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ഇമ്പോർട്ടൻ്റ് ആണ്, എസ്എ പ്രതീക്ഷിക്കുന്നതാണ് നിസ്സഹകരണ പ്രസ്ഥാനം. 1920-ലാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ നയങ്ങളോടും സഹകരിക്കാതിരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാന്ധിജി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. അതിൻ്റെ ലക്ഷ്യങ്ങൾ: പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക, പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക, ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക, നികുതി നൽകാതിരിക്കുക. ഗവൺമെൻറ് ഭാരിച്ച നികുതി ചുമത്തിയിരുന്നു. അപ്പോൾ അത് നിസ്സഹകരിക്കുക പറഞ്ഞാൽ എന്ത് ചെയ്യുക, അത് നൽകാതിരിക്കുക. അതുപോലെ ഗവൺമെൻറ് വസ്തുക്കൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ബഹിഷ്കരിക്കുക. അപ്പോൾ ഇതിൽ ഓർമ്മയിൽ നിൽക്കുന്ന 3 ലക്ഷ്യങ്ങൾ എന്തായാലും എഴുതിയാൽ മതി. ഒന്ന് ഇത് എന്തായാലും ഓർമ്മയിൽ നിൽക്കും. പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക. എന്താ പഞ്ചാബ് പ്രശ്നം? ഞാൻ പറഞ്ഞു, ആ ജാലിയൻവാലാ ബാഗാണ് നമ്മൾ പഞ്ചാബ് പ്രശ്നം എന്ന് പറഞ്ഞത്. ഈ ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല നടന്നല്ലോ, ആണ് പഞ്ചാബ് പ്രശ്നം. അപ്പോൾ പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക ഒന്ന്. പിന്നെ ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക എന്നിവയാണ് എന്തിൻ്റെ ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യനെ ഡിസ്കസ് ചെയ്തു. ചമ്പാരൻ സത്യാഗ്രഹവും അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനവും. 2 മെയിൻ ടോപ്പിക് ഡിസ്കസ് ചെയ്തു: ചമ്പാരൻ സത്യാഗ്രഹവും നിസ്സഹകരണ പ്രസ്ഥാനവും. അടുത്താണ് ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത് നമുക്കറിയാം. ഉപ്പ് സത്യാഗ്രഹത്തിന് നമ്മൾ വേറെ അങ്ങനെ പറയാറുണ്ട്, സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം എന്നും പറയാറുണ്ട്. അപ്പോൾ അത് രണ്ടും ഒന്നായിട്ട് തന്നെ കണക്കാക്കി ദണ്ഡിയാത്ര ഒക്കെ കണക്റ്റഡ് ആണ്. സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം തന്നെയാണ് ഉപ്പ് സത്യാഗ്രഹം. അത് തന്നെയാണ് ദണ്ഡിയാത്ര. അതിൻ്റെ ആ പ്രോസസ്സാണ് ദണ്ഡിയാത്ര. അത് നോക്കാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉപ്പ് സത്യാഗ്രഹമാണ്. വർഷം 1930 ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വർഷം 1930. ഇപ്പോൾ 3 വർഷം കണക്ട് ചെയ്ത് പറഞ്ഞേ. ആദ്യം പറഞ്ഞ ചമ്പാരൻ സമരം 1917. രണ്ടാമത് പറഞ്ഞ നിസ്സഹകരണ പ്രസ്ഥാനം 1920. മൂന്നാമത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വർഷം 1930. 1930. നോക്കാം എന്താണ് ഉപ്പ് സത്യാഗ്രഹം നോക്കാം. ഗാന്ധിജി ആരംഭിച്ച രണ്ടാമത്തെ പ്രധാന സമര പരിപാടിയാണ് 1930 സിവിൽ നിയമ ലംഘന പ്രസ്ഥാനവും അതോടൊപ്പം ഉണ്ടായ ഉപ്പ് സത്യാഗ്രഹവും ആണ് ആദ്യത്തെ പോയിന്റ് എഴുതേണ്ടത്. ഗാന്ധിജി ആരംഭിച്ച രണ്ടാമത്തെ പ്രധാന സമര പരിപാടിയാണ് സിവിൽ നിയമ ലംഘന പ്രസ്ഥാനവും ഉപ്പ് സത്യാഗ്രഹവും. അതിന് വർഷം 1930. അത് ഉപ്പ് നിർമ്മിക്കാനും വിൽക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിൽ മാത്രം നിക്ഷിപ്തമായിരുന്നു. ഉപ്പ് നിയമം ലംഘിക്കുന്നതിനായിട്ട് എന്ത് ചെയ്തു? 1930 മാർച്ച് 12 ഗാന്ധിജി തൻ്റെ സുപ്രസിദ്ധമായ ദണ്ഡിയാത്ര ആരംഭിച്ചു. ദണ്ഡിയാത്ര അത് ഗാന്ധിജീൻ്റെ ആശ്രമത്തിൻ്റെ പേര് അറിയാമല്ലോ, സബർമതി ആശ്രമം. അപ്പോൾ 1930 ഏപ്രിൽ 6 സബർമതിയിൽ നിന്ന് ഗാന്ധിജിയും കൂട്ടരും എന്ത് ചെയ്തു? ദണ്ഡി കടപ്പത്ത് യാത്ര നടത്തി.
എന്നിട്ട് ഈ ദണ്ഡി കടപ്പുറത്ത് വെച്ചിട്ട് ഗാന്ധിജിയും അനുയായികളും ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി, പരസ്യമായി ഉപ്പ് നിയമം ലംഘിച്ചു. ആ ഗവൺമെൻറ്, നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് മാത്രമേ ഉപ്പുണ്ടാക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ആ ഉപ്പ് നിയമം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. പരസ്യമായി ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. ചരിത്രത്തിലെ ഏറ്റവും വലിയ സിവിൽ നിയമലംഘന നടപടിയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഇതിനെ ഉപ്പ് സത്യാഗ്രഹം. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹം ഇമ്പോർട്ടൻ്റ് ആണ്. എസ് എയിൽ നമ്മൾ ആദ്യം ചമ്പാരൻ സത്യാഗ്രഹം എഴുതി, രണ്ടാമത് എഴുതേണ്ടത് നിസ്സഹകരണ പ്രസ്ഥാനം എഴുതി, പിന്നെ എഴുതേണ്ടത് ഉപ്പ് സത്യാഗ്രഹം. എന്താ ഒന്നുകൂടെ പറയാം. ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജി ആരംഭിച്ച രണ്ടാമത്തെ പ്രധാന സമര പരിപാടിയാണ്. 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനവും അതോടൊപ്പം അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹവും. കണക്ട് ചെയ്ത് പഠിച്ചോളൂ. രണ്ടും ഒന്ന് തന്നെ ആയിട്ട് തന്നെ പറയണം. അതിൻ്റെ കൂടെ കണക്ട് ചെയ്യേണ്ടതാണ് ദണ്ഡി യാത്ര കേട്ടോ. കാരണം എന്താണ്? ഉപ്പ് നിർമ്മിക്കാനും വിൽക്കാനുള്ള അധികാരം ആരിൽ മാത്രമായിരുന്നു? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ മാത്രമായിരുന്നു. ഉപ്പ് നിർമ്മിക്കാനും വിൽക്കാനുള്ള അധികാരം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ മാത്രം നിക്ഷിപ്തമായിരുന്നു. അങ്ങനെ ഇരിക്കെ 1930 മാർച്ച് മാസത്തിൽ എന്ത് ചെയ്തു? ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ചു. ദണ്ഡി യാത്ര മാർച്ചിലാണ് ആരംഭിക്കുന്നത്. ഏപ്രിൽ 6-നാണ് ഈ സബർമതിയിൽ നിന്ന് ആരംഭിച്ച ഈ ദണ്ഡി യാത്ര കടപ്പുറത്ത് എത്തിച്ചേരുന്നത്. എന്നിട്ട് അവിടെ വെച്ച് എന്ത് ചെയ്യുന്നത്? ഈ ദണ്ഡി കടപ്പുറത്ത് വെച്ചിട്ട് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? ഗാന്ധിജിയും അനുയായികളും ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് ഉപ്പുണ്ടാക്കുകയാണ്. പരസ്യമായി ഉപ്പുണ്ടാക്കിയിട്ട് ആ നിയമം ലംഘിച്ചു. നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നിയമലംഘനം നടത്തി. ഇതാണ് എന്താ ഉപ്പ് സത്യാഗ്രഹം. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പോകാനൊരു ക്വസ്റ്റ്യനിലേക്കും കൂടെ. ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം വർഷം 1942 ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച മൂന്നാമത്തെ പ്രക്ഷോഭമാണ് 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ഗാന്ധിജി നയിച്ച മൂന്നാമത്തെ പ്രക്ഷോഭമാണ്, മൂന്നാമത്തെ സമര പരിപാടിയാണ് 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം അതിൻ്റെ വർഷം 1942. 1942 ആഗസ്റ്റ് 8-ന് ബോംബെയിൽ വെച്ച് നടന്ന ഈ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളന വേദിയിൽ വെച്ചിട്ട് ഗാന്ധിജി ബ്രിട്ടീഷുകാരോട് എന്ത് ചെയ്യുന്നത്? ഇന്ത്യ വിട്ടു പോകാൻ ആഹ്വാനം ചെയ്തു. അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കി. ഇന്ത്യ വിട്ടു പോവുക ആണ് ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക എന്നുള്ളതാണ്. ഏത് സമരവേദി ഇതാണ്? കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളന വേദിയിൽ വെച്ചിട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയമാണെന്ത്? ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക. ആ സമ്മേളന വേദിയിൽ വെച്ചിട്ട് ഗാന്ധിജി ഇന്ത്യൻ ജനതയ്ക്ക് കൊടുത്ത മുദ്രാവാക്യമാണ് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഈ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാന സമരവേദി എവിടെയായിരുന്നു വെച്ച് നടന്നത്? പറഞ്ഞു. കോൺഗ്രസിൻ്റെ ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളന വേദിയിൽ വെച്ചിട്ട് ഗാന്ധിജി ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം. ഇതാണ് എന്ത്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ക്വിറ്റ് ഇന്ത്യൻ്റെ അർത്ഥം എന്താണ്? ഇന്ത്യ വിടുക. വർഷം 1942 ഓഗസ്റ്റ് 8. നമ്മൾ ഡേറ്റ് പറയണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഇപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു ചമ്പാരൻ പഠിച്ചു. ഗാന്ധിജി എന്നതിൻ്റെ ആദ്യത്തെ സമരമാണ് ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സമരമാണ് ചമ്പാരൻ. വർഷം പഠിച്ചു നമ്മൾ 1917. പിന്നെ ഗാന്ധിജിയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ സമര ഇതാണ് ഉപ്പ് സത്യാഗ്രഹം. അതിൻ്റെ വർഷം 1930. പിന്നെ മൂന്നാമത്താണ് ഗാന്ധിജിയുടെ മൂന്നാമത്തെ പ്രതിഷേധ പരിപാടിയാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. അത് 1942. അപ്പോൾ ആ വർഷം ഓർമ്മ വേണം. ചമ്പാരൻ്റെ വർഷം 1917, നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വർഷം 1920, ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വർഷം 1930, ക്വിറ്റ് ഇന്ത്യ 1942. 4 വർഷം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ വർഷം. ടൈം ലൈനിലൊക്കെ ഈ വർഷം ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എസ്സേക്ക് പഠിക്കുമ്പോൾ എസ്സേയിലും എഴുതാൻ പറ്റും. ആ ടൈം ലൈനിലൊക്കെ ശരിയാക്കാൻ അത് ഉപകരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യം ഗാന്ധിജീനെ വെച്ചിട്ടാണ് ചോദ്യം ചോദിക്കുക. അതായത് മഹാത്മാഗാന്ധിജി വഹിച്ച പങ്ക്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധി വഹിച്ച പങ്ക് വിശകലനം ചെയ്യുക എന്നൊരു ഒരു മെയിൻ ക്വസ്റ്റ്യനിൽ സബ്ബായിട്ടാണ് ഇത് ചോദിക്കാം. എന്തൊക്കെ ഉണ്ടാവും സബ് ക്വസ്റ്റ്യനിൽ? നിസ്സഹകരണ പ്രസ്ഥാനം, ചമ്പാരൻ സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം. ഈ 4 കണക്ട് ചെയ്തുകൊണ്ട് എഴുതണം. ഒന്നുകൂടെ പറയാം. ചമ്പാരൻ സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം. ഓക്കെ. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് ആവർത്തിച്ച് കേൾക്ക്, നന്നായി മനസ്സിലാക്കി പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം ഒരു കാര്യം പറയട്ടെ. പല പഠിതാക്കളും ഇംഗ്ലീഷിൻ്റെ
ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ഉപകരിക്കുന്ന വീഡിയോ ചോദിച്ചിരുന്നു, ക്ലാസ് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ ചെയ്ത ഇംഗ്ലീഷിൻ്റെ ഒരു വീഡിയോ, ഒരു ഇൻ്റർവ്യൂ ചെയ്യാനും അതുപോലെ പോയം അപ്രിസിയേഷനൊക്കെ എഴുതാനുള്ള ഒരു വീഡിയോയുടെ ലിങ്ക് ഇതോടൊപ്പം ഷെയർ ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ആ ഇംഗ്ലീഷിൻ്റെ വീഡിയോയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി കണ്ട് മനസ്സിലാക്കി പഠിക്കണം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ ഒരു വീഡിയോ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.